ഹരികൃഷ്ണ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ സർവശക്തിമയീ സർവമംഗളാ സദ്ഗതിപ്രദാ സർവേശ്വരീ സർവമയീ സർവമന്ത്രസ്വരൂപിണീ എന്നു വരുന്ന 52-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് നമ്മൾ നോക്കിയത്. ഇനി സർവയന്ത്രാത്മികാ സർവതന്ത്രരൂപാ മനോന്മനീ മാഹേശ്വരീ മഹാദേവി മഹാലക്ഷ്മിർമൃഢപ്രിയ എന്നു വരുന്ന 53-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കേൾക്കാം. 53-ാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ സർവയന്ത്രാത്മിക, അതായത് ദേവിയുടെ 205-ാമത്തെ നാമമായ സർവയന്ത്രാത്മിക, ദേവതകളെ ചിത്രരൂപത്തിലും ചക്രരൂപത്തിലും മന്ത്രാക്ഷരങ്ങളോടു കൂടിയോ അല്ലാതെയോ ആവിഷ്കരിക്കുന്നതാണ് യന്ത്രം. അങ്ങനെയുള്ള എല്ലാ യന്ത്രങ്ങളുടെയും ആത്മാവായിരിക്കുന്നവൾ. അതായത് നമുക്ക് വീട്ടിലും ഷോപ്പിലുമൊക്കെ വെക്കാൻ വേണ്ടി അമ്പലങ്ങളിൽ നിന്ന് കുറേ വൃത്തരൂപത്തിലും ത്രികോണത്തിലുമൊക്കെ വരച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് പൂജിച്ച് തരുന്നില്ലേ, അതാണ് ഈ ചക്രം എന്ന് പറഞ്ഞാൽ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചക്രമാണ് ശ്രീചക്രം. ദേവിയുടെ ശരീരമായിട്ടാണ് ശ്രീചക്രത്തെ കാണുന്നത്. ദേവിയുടെ ശക്തിക്ക് നൽകിയിട്ടുള്ള ഒരു ജാമിതീയ രൂപമാണ് യന്ത്രം. മന്ത്രങ്ങൾ നമ്മൾ ചെവിയിലൂടെ കേൾക്കുമ്പോൾ യന്ത്രങ്ങൾ നമ്മുടെ ബോധത്തെ സ്വാധീനിക്കുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, ത്രികോണങ്ങൾ, വൃത്തങ്ങൾ ഇവയൊക്കെ കൃത്യമായ അളവിൽ വരച്ചു ചേർക്കുന്നതാണ് യന്ത്രം. ഇതിൻ്റെ ഓരോ ബിന്ദുവിലും ഓരോ ദേവതാ ശക്തികൾ ഉണ്ടെന്നാണ് വിശ്വാസം. ഈ പ്രപഞ്ചമാകുന്ന വലിയ യന്ത്രവും നമ്മുടെ ശരീരമാകുന്ന ചെറിയ യന്ത്രവും പ്രവർത്തിക്കുന്നത് ഉള്ളിലെ ആത്മചൈതന്യം കൊണ്ടാണ്. മന്ത്രം എന്നത് ദേവിയുടെ ശ്വാസമാണെങ്കിൽ യന്ത്രം എന്നത് ദേവിയുടെ ശരീരമാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതായത് യന്ത്രം ശരീരമാണെങ്കിൽ അതിൽ ജീവൻ നിറയ്ക്കുന്നത് മന്ത്രമാണ്. ഈ രണ്ടിൻ്റെയും കേന്ദ്രം ദേവി തന്നെയാണ്. ഇതിന് നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു റേഡിയോയുടെ ഉള്ളിലുള്ള അതിൻ്റെ വയറുകളും സർക്യൂട്ടുകളുമൊക്കെ യന്ത്രമായി കരുതാം. അതിലൂടെ വരുന്ന പാട്ടുകളും വാർത്തയുമൊക്കെ മന്ത്രമെന്നും കരുതുക. എന്നാൽ വൈദ്യുതി ഇല്ലെങ്കിൽ റേഡിയോ പ്രവർത്തിക്കുമോ? ഇല്ലല്ലോ. ആ വൈദ്യുതിയാണ് ദേവി. യന്ത്രവും മന്ത്രവും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ആത്മാവും. ഇനി ദേവിയുടെ 206-ാമത്തെ നാമമായ സർവതന്ത്രരൂപ. സകല തന്ത്രങ്ങളുടെയും, അതായത് പൂജാതി കാര്യങ്ങൾ, താന്ത്രിക വിധി ഇവയുടെയൊക്കെ ആത്മാവായിരിക്കുന്നവൾ. ദേവിയെ എങ്ങനെ പൂജിക്കണം, ധ്യാനിക്കണം എന്ന് വിവരിക്കുന്ന ഗ്രന്ഥങ്ങളെയാണ് തന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. തന്ത്രവിദ്യകളെല്ലാം ദേവിയുടെ ഓരോ രൂപങ്ങളാണ്. അറിവ് നേടുന്ന പ്രക്രിയ പോലും ദേവി രൂപമാണ്. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ സോഫ്റ്റ്വെയർ എത്ര പ്രാധാന്യമാണോ അതുപോലെ പ്രപഞ്ചം പ്രവർത്തിക്കാൻ തന്ത്രരൂപിണിയായ ദേവിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. നമ്മൾ ഒരു കല പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രം അഭ്യസിക്കുമ്പോഴോ യഥാർത്ഥത്തിൽ ദേവിയുടെ ഓരോ രൂപത്തെയാണ് ഉപാസിക്കുന്നത്. ഒരു ഓർക്കസ്ട്രയിൽ പലതരം വാദ്യങ്ങളുണ്ടല്ലോ. ഓരോന്നിൽ നിന്നും ഓരോരോ ശബ്ദങ്ങളാണ് വരുന്നത്. എന്നാൽ
ഈ ശബ്ദങ്ങളെല്ലാം ചേർന്ന് ഒരു മനോഹരമായ സംഗീതമായി മാറണമെങ്കിൽ അതിനൊരു താളം വേണം. ആ താളമാണ് തന്ത്രം. ഈ താളം തെറ്റാതെ പ്രപഞ്ചമാകുന്ന സംഗീതത്തെ നയിക്കുന്നവളാണ് ദേവി. മന്ത്രമെന്നാൽ ദേവിയുടെ ശബ്ദശരീരവും യന്ത്രമെന്നാൽ ദേവിയുടെ രൂപശരീരവും തന്ത്രം ദേവിയുടെ വിജ്ഞാന ശരീരവും ആകുന്നു. ഇനി ദേവിയുടെ 207 നാമമായ മനോന്മനി. മനസ്സിനെ ഉയർത്തുന്നവൾ എന്നാണ് മനോന്മനി എന്ന നാമത്തിൻ്റെ അർത്ഥം. മന്ത്രം ജപിച്ച് യന്ത്രത്തിൽ ധ്യാനിച്ച് തന്ത്രങ്ങളിലൂടെ മനസ്സിനെ പാകപ്പെടുത്തിയ ഭക്തൻ അടുത്തതായി എത്തുന്ന അവസ്ഥയാണ് ഇത്. സാധാരണ ചിന്തകൾക്കും അസ്വസ്ഥതകൾക്കും അപ്പുറം മനസ്സ് ദേവിയിൽ ലയിച്ചു നിൽക്കുന്ന പരമശക്തിയുടെ അവസ്ഥ. നമുക്കറിയാം, നമ്മുടെ മനസ്സ് സാധാരണയായി താഴോട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന ലൗകിക സുഖങ്ങൾ, ദേഷ്യം, അസൂയ തുടങ്ങിയവയൊക്കെയാണ് നമ്മുടെ ശരീരം ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ട് പോകുന്നത്. എന്നാൽ നമ്മൾ നിത്യം ദേവിയെ ധ്യാനിക്കുമ്പോൾ ദേവി ഈ മനസ്സിനെ പടിപടിയായി ഉയർത്തിക്കൊണ്ടേ വരും. അങ്ങനെ ഉയർത്തി പരിശുദ്ധമായ ഉന്മനി അവസ്ഥയിലെത്തിക്കുന്നു. അതായത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള അസൂയയോ കുശുമ്പോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ദേവി എത്തിക്കുന്നു. ഒരു കടലിലെ തിരമാലകൾ അടങ്ങി കടൽ ശാന്തമാകുന്നതുപോലെ മനസ്സിനുള്ളിലെ ചിന്താക്കുഴപ്പങ്ങൾ പൂർണ്ണമായും അടങ്ങി മനസ്സ് പ്രകാശമാനമാകുന്ന അവസ്ഥയാണിത്. ഈ അവസ്ഥയിലെത്തിയാൽ പിന്നെ ഭക്തനെന്നോ ഭഗവാനെന്നോ രണ്ടില്ലാതെ അവർ ഒന്നായി മാറുന്നു. അതായത് ഭക്തൻ്റെ മനസ്സ് ദേവിയെ ധ്യാനിച്ച് ധ്യാനിച്ച് അവസാനം ദേവിയിൽ ലയിച്ചു ചേരുന്ന ആ മനോഹരമായ നിമിഷമാണ് മനോന്മനി എന്ന നാമത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ വേളയിൽ ഭക്തന് ജ്ഞാനാനുഭൂതി ഉണ്ടാവുന്നു. അതായത് നമ്മിൽ നിന്നുയർത്തി ദൈവികതയിലേക്ക് എത്തിക്കുന്ന ദേവിയുടെ ഭാവം. അതായത് നമ്മൾ താഴ്ന്ന നിലയിൽ നിന്നും ഉയർന്ന് മുകളിലെത്തിയ നിലയിലേക്ക് ദൈവികത എന്ന ആ ഭാവത്തിലേക്ക് എത്തുന്നു. അതായത് നമ്മുടെ മനസ്സിലെ ഇടുങ്ങിയ ചിന്താഗതികളൊക്കെ മാറി വിശാലമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നു. എല്ലാം കൊണ്ടും നമ്മളെ ശുദ്ധീകരിച്ച് നമ്മെ ഉയർത്തി ആത്മീയ പാതയിലേക്ക് ദേവി കൊണ്ടുവരുന്നു. ദേവി ഭക്തിയാകുന്ന ചൈതന്യം ഉള്ളിൽ നിറയുമ്പോൾ മനസ്സ് ലൗകിക ചിന്തകളിൽ നിന്നുയർന്ന് പരമാനന്ദത്തിലേക്ക് പോകുന്നു. ഇതാണ് മനോന്മനി എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 208 നാമമായ മാഹേശ്വരി. ഈ നാമത്തിന് പ്രധാനമായും 2 അർത്ഥതലങ്ങളുണ്ട്. ഒന്ന്, മഹേശ്വരൻ്റെ പത്നി, അതായത് പരമശിവൻ്റെ ശക്തിയായും പ്രിയതമയായും വർത്തിക്കുന്നവൾ. ശിവനും ശക്തിയും ഒന്നാണെന്ന തത്വമാണ് ഇവിടെ തെളിയുന്നത്. തീയും ചൂടും പോലെയാണിവർ. തീയില്ലാതെ ചൂടില്ല, ചൂടില്ലാതെ തീയുമില്ല. അതുപോലെ മഹേശ്വരൻ എന്ന ആദിതത്വത്തിൻ്റെ പ്രകടമായ രൂപമാണ് മഹേശ്വരി. ലോകത്ത് നാം കാണുന്ന സകല ചലനങ്ങളും മാറ്റങ്ങളും ദേവിയാകുന്ന മഹേശ്വരി ചൈതന്യമാണ്. ഈ നാമത്തിന് 2 അർത്ഥതലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ അർത്ഥം, മഹേശ്വരി എന്നാൽ പരമാധികാരിയായ ഈശ്വരി. ഈ പ്രപഞ്ചത്തിലെ
സകല നിയമങ്ങളും നിയന്ത്രിക്കാനുള്ള അധികാരമുള്ള ദേവി. മഹേശ്വരി എന്ന ഭാവം പലപ്പോഴും ശിവനെപ്പോലെ ശാന്തവും എന്നാൽ ഗാംഭീര്യമുള്ളതുമാണ്. നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെയും അജ്ഞാനത്തെയും നശിപ്പിക്കാൻ ഈ ഭാവത്തിന് കഴിയും. ഒരേ സമയം ഭയത്തെ ഇല്ലാതാക്കുന്ന അമ്മയായും അനീതിയെ നശിപ്പിക്കുന്ന ഭരണാധികാരിയായും ദേവി നിലകൊള്ളുന്നു. ഇനി ദേവിയുടെ 209 നാമമായ മഹാദേവി. ദേവീ രൂപങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായവൾ. ദിവ് എന്ന ധാതുവിൽ നിന്നാണ് ദേവി എന്ന വാക്കുണ്ടായത്. ദിവ് എന്നാൽ പ്രകാശിക്കുക എന്നർത്ഥം. അപ്പോൾ മഹാദേവി എന്നാൽ മഹത്തായ പ്രകാശത്തോടു കൂടിയവൾ. ഈ പ്രപഞ്ചത്തിലെ സൂര്യചന്ദ്രന്മാർക്കും നക്ഷത്രങ്ങൾക്കും പ്രകാശിക്കാൻ ശക്തി നൽകുന്ന ആ മഹാപ്രകാശമാണ് ദേവി. ഇതേ ദേവി തന്നെയാണ് ലക്ഷ്മിയായും സരസ്വതിയായും ദുർഗയായും പാർവതിയായുമൊക്കെ മാറുന്നത്. അതായത് ദേവതമാരെല്ലാം ആശ്രയിക്കുന്നത് ആ മഹാദേവിയുടെ ശക്തിയെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരിലും വെച്ച് മഹത്തായ ദേവി, ഈ പ്രപഞ്ചത്തിനു തന്നെ ആധാരമായിരിക്കുന്നവൾ, സകല പ്രപഞ്ചത്തെയും ഉള്ളിൽ വഹിക്കുന്ന എല്ലാ ശക്തികളുടെയും മുകളിൽ നിൽക്കുന്ന ആകാശതുല്യമായ ശക്തിയാണ് ദേവി. മഹാദേവൻ എന്ന് ശിവനെ വിളിക്കുന്നത് പോലെ അമ്മയെ മഹാദേവി എന്നു വിളിക്കുന്നു. ഇനി ദേവിയുടെ 210 നാമമായ മഹാലക്ഷ്മി. മഹത്തായ ഐശ്വര്യത്തോടു കൂടിയവൾ. മഹാദേവിയായ ആ പരാശക്തി തന്നെയാണ് ലോകത്തെ പരിപാലിക്കാനായി ഐശ്വര്യസ്വരൂപിണിയായ മഹാലക്ഷ്മിയായി മാറുന്നത്. സകല ഐശ്വര്യങ്ങളുടെയും ഉറവിടം. മാത്രമല്ല, ഒരു ഭക്തൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എവിടെയാണോ അവിടേക്ക് ഭക്തനെ എത്തിക്കുന്നവളാണ് മഹാലക്ഷ്മി. പ്രപഞ്ച പരിപാലകനായ വിഷ്ണുവിൻ്റെ ക്രിയാശക്തിയായും പത്നിയായും വർത്തിക്കുന്നവൾ. ലോകത്തെ പോറ്റുന്നതും കാത്തുരക്ഷിക്കുന്നതും ഈ ശക്തിയാണ്. അതായത് വിഷ്ണു ഭഗവാൻ ലോകത്തെ സംരക്ഷിക്കുമ്പോൾ അതിന് ആവശ്യമായ സമ്പത്തും വിഭവങ്ങളും നൽകുന്നത് മഹാലക്ഷ്മിയാണ്. ഒരു രാജ്യം നിലനിർത്താൻ ഖജനാവ് എത്ര പ്രധാനമാണോ അതുപോലെ പ്രപഞ്ചം നിലനിൽക്കാൻ മഹാലക്ഷ്മിയാകുന്ന ചൈതന്യം അത്യാവശ്യമാണ്. ഇനി ദേവിയുടെ 211 നാമമായ മൃഡപ്രിയ. മൃഡൻ എന്നാൽ ശിവൻ. ശിവൻ്റെ സാത്വിക രൂപമാണ് മൃഡൻ. ആ സത്വഗുണപ്രധാനനായ ശിവൻ്റെ പ്രിയയായവൾ. ശിവനെ മൃഡൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കാരുണ്യമുള്ള ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. മൃഡൻ എന്നാൽ ഭക്തർക്ക് സുഖവും സന്തോഷവും നൽകുന്നവൻ, അങ്ങേയറ്റം ദയാലുവായവൻ. ഭക്തർക്ക് ആനന്ദം നൽകുന്ന ശിവന് പ്രിയപ്പെട്ടവളായതുകൊണ്ട് ദേവിയെ ആരാധിക്കുന്നവർക്കും ആ പരമാനന്ദം ലഭിക്കുന്നു. ശിവൻ ഒരു കഠിന യോഗിയാണെങ്കിലും അദ്ദേഹം ഭക്തരോട് ഇത്രയധികം കരുണ കാണിക്കുന്നത് ദേവിയുടെ കൂടെ ഉള്ളതുകൊണ്ടാണെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. സകല മംഗളങ്ങളും ഇഷ്ടപ്പെടുന്നവളും മംഗളസ്വരൂപനായ ശിവനെ പ്രിയപ്പെട്ടവളും ആയതുകൊണ്ട് ദേവിയെ ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ അമംഗളകരമായതൊന്നും സംഭവിക്കില്ല എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഒരു പിതാവ് മക്കളോട് കർക്കശക്കാരനായാലും അമ്മയുടെ സ്നേഹം ആ പിതാവിനെ മയപ്പെടുത്തുന്നതുപോലെ മൃഡനായ ശിവൻ്റെ കരുണയുടെ ഉറവിടം മൃഡപ്രിയായ ദേവിയാണ്. ഇനി നമുക്ക് ഇന്ന് അർത്ഥം മനസ്സിലാക്കിയ ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. സർവയന്ത്രാത്മിക സർവതന്ത്രരൂപാ മനോന്മനി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മിർമൃഡപ്രിയ.
ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരേ കൃഷ്ണ.